എല്ലാവർക്കും നമസ്കാരം. ഓം നമഃശിവായ. ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വല്ലി, തൃതീയ വല്ലി തുടങ്ങുകയാണ്. അതായത് 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം. ഇതുവരെ ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും പറഞ്ഞു. ജീവാത്മാവിൻ്റെ സ്വരൂപം, പരമാത്മാവിൻ്റെ സ്വരൂപം, ഭൂമി, ഇതിൽ വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പരബ്രഹ്മപ്രാപ്തിയാണ് വേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ സാധകൻ്റെ നില, സാധകൻ അവനവനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സാധകൻ അവനവനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് കാണേണ്ടത്, ഇതാണ് പറയാൻ പോകുന്നത്. 1-ാമത്തെ മന്ത്രം നോക്കാം. ഋതം പിബന്ധോ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടോ പരമേ പരാർദ്ധേ ഛായാ തപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേജ തൃണാചികേതാ. ലോകത്തിൽ സൽക്കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നവരായി 2 പേരുണ്ട്. 2 ആത്മാക്കൾ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനികളും വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ സ്ഥിതി ചെയ്യുന്നവരും. അപ്പോൾ ഈ വൈദികമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച് മുമ്പ് നചികേതാഗ്നി എന്ന് പറഞ്ഞു. വൈദിക കർമ്മങ്ങൾ ചെയ്ത് സ്വർഗപ്രാപ്തിയിലേക്ക് പോകുന്നവർ. ജ്ഞാനികളാണെങ്കിൽ ആ തലത്തുനിന്നും മുന്നോട്ട് പോയിട്ട് മായയെ തരണം ചെയ്ത് ബ്രഹ്മപ്രാപ്തി എന്ന തലത്തിലേക്ക് എത്തുന്നവർ. ഇവർ 2 പേരും അവരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് കർമ്മഫലത്തെ പാനം ചെയ്യുന്നവരായിട്ട്, അനുഭവിക്കുന്നവരായിട്ട് 2 പേരുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ 2 പേരും തമ്മിൽ നിഴലും വെളിച്ചവും വെയിലും എന്ന പോലെ പരസ്പരം ഭിന്നമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു മിനിറ്റ് ഇട്ടോ, അവിടെ പുതിയതാരോ വന്നു, ഒന്ന് അറ്റൻഡൻസ് ചെയ്തട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സ്വർഗപ്രാപ്തി, ഒന്ന് അതിനും അപ്പുറം ബ്രഹ്മപ്രാപ്തി. 2 വിധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 2 ആത്മാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ 2 ആത്മാക്കളില്ല. ഉദ്ദേശം 2 ആയത് കാരണം ഇവിടെ 2 ആത്മാവുണ്ട് എന്ന് പറയണം. ഏത് ഭാവത്തിലാണോ കർമ്മം ചെയ്യുന്നത് ആ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. കർമ്മഫലത്തെ അനുഭവിക്കുന്നത് ജീവാത്മാവാണ്. അപ്പോൾ ഈ ജീവഭാവത്തിലിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം സുഖവും ദുഃഖവുമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വൈദികമായ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വൈദികമായിട്ട് ധാർമ്മികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ, വൈദികമായിട്ട് നമ്മൾ ചെയ്യേണ്ട, വേദത്തിൽ പറഞ്ഞത് പ്രകാരം നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കഴിയുമ്പോൾ, ആരാധനകൾ ചെയ്യുമ്പോൾ ബ്രഹ്മപ്രാപ്തി സ്വർഗപ്രാപ്തി എന്ന തലത്തിലേക്ക് എത്തും. ദേവലോകം ഇല്ല, അങ്ങനത്തെ തലങ്ങളിലൊക്കെ സൂക്ഷ്മമായിട്ട് ഏറ്റവും സുഖവും ശാന്തിയും ഉള്ള തലത്തിലേക്ക് എത്തും. പക്ഷെ ഇതിനൊരു പ്രത്യേകത മുമ്പ് പറഞ്ഞു. ഈ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും, ഇപ്പം നചികേതസിന് മുമ്പ് പ്രലോഭനങ്ങൾ കൊടുത്തപ്പോൾ സ്വർഗമൊക്കെ കൊടുത്തു, സ്വർഗീയമായ എല്ലാം തരാ പറഞ്ഞപ്പോഴും വേണ്ട പറഞ്ഞു. കാരണം കാലം കഴിയുമ്പോൾ അതിന് നാശമുണ്ട്, അപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ സൗഖ്യം സുഖമുള്ളതാണെങ്കിലും അതിന് ഒരു നാശം ഉണ്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുണ്ട്. അപ്പം നമ്മളുടെ കർമ്മത്തിൻ്റെ ലക്ഷ്യം മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് വെച്ചുകൊണ്ട് തന്നെ വേണം പോകാൻ. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കുക, ജീവാത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കർമ്മഫലം അനുഭവിക്കുന്നത്. ലക്ഷ്യം പരമാത്മാവാണ്. അപ്പോൾ ജീവനും പരമാത്മാവും ഒന്നല്ലേ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയും. ജീവൻ തന്നെയാണ് പരമാത്മാവ് എന്ന്. പക്ഷെ ഇവിടെ ജീവഭാവം എന്ന് പറഞ്ഞ് അവിദ്യയിൽ, അജ്ഞാനത്തിലിരിക്കുന്ന ഭാവമാണ്. അതിനെ അതിക്രമിക്കുമ്പോഴേ പരമാത്മ തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകണം. അതാണ് പറയുന്നത്. അപ്പം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ മോക്ഷത്തിലേക്കുള്ള വഴി തെളിയുന്നു, ചിത്തശുദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചിത്തമാലിന്യങ്ങൾ അകലാൻ തുടങ്ങും.
അപ്പോൾ ഈ ചിത്തമാലിന്യങ്ങൾ അകലാനായിക്കൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. സകാമമായിട്ട് എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് വീടുണ്ടാവണം, സുഖം ഉണ്ടാവണം, ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് നശ്വരമായ ഫലങ്ങളെയാണ് തരിക. പരമാത്മാവ് അനശ്വരമാണ്, ജീവാത്മാവ് നശ്വരമാണ്. അതുകൊണ്ടാണ് രണ്ടും രണ്ട് വിധത്തിലാണ് എന്ന് പറയുന്നത്. പരമാത്മാവ് വിദ്യാസ്വരൂപമാണ്, മായാതീതനാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാണ് എന്ന ബോധത്തിലിരിക്കുന്ന ആത്മാംശം, അതാണ് ജീവാത്മാവ്. ദേഹവുമായിട്ട് താതാത്മ്യമുള്ള ആത്മാവ്. അത് അവിദ്യാസ്വരൂപനാണ്, മായ അധീനനാണ്, മായയ്ക്ക് അധീനമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം കാലം മായയ്ക്ക് അധീനമായിട്ടിരിക്കുന്നുണ്ടോ നമ്മൾ ജീവാത്മാവാണ്. അത് സാങ്കേതികമായൊരു പദമാണ്. പരമാത്മാവിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സ്വയം പരിമിതമായിട്ട് കണ്ട്, സ്വയം വേറെ വേറെയായി കണ്ട് സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവഭാവത്തിലാണ്. ഇനി ജീവൻ എന്നത് അനുഭവത്തിൽ വരണമെങ്കിലോ പരമാത്മ പ്രകാശം ഉണ്ടെങ്കിലേ ജീവാത്മാവുള്ളൂ. പരമാത്മ പ്രകാശത്തിലാണ് ജീവഭാവം പ്രകാശിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ കാണുന്നത്? ജീവൻ എന്ന പ്രതിഫലനത്തിനെ കാണുന്നത്. പരമാത്മ പ്രകാശമാണ്. ഇപ്പം സാധാരണ ജീവനെ കുറിച്ച് പറയുമ്പം ഈ കുടത്തിലെ പ്രതിബിംബമായിട്ട് ഉപമ പറയും. 1000 കുടം വെച്ച് അതിൽ വെള്ളം നിറച്ച് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിൽ ഒരു സൂര്യനെ ഉള്ളെങ്കിലും ഈ 1000 കുടത്തിലും സൂര്യനെ കാണാം. അപ്പോൾ ഈ കുടത്തിലെ സൂര്യനാണ് ശരിക്കും ജീവൻ എന്ന് പറഞ്ഞത്. ജീവാത്മാവ് പ്രതിഫലനമാണ്, പരമാത്മ പ്രകാശത്തിൻ്റെ പ്രതിഫലനം. ഇത് നമ്മൾ പ്രശ്നോപനിഷത്തിലൊക്കെ ഈ ചോദ്യമുണ്ട്, ജീവനെ ആര് സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഉദാഹരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രതിഫലനമായിട്ട് സൂര്യനെ കാണുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ സൂര്യനല്ല. പ്രതിഫലിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു യഥാർത്ഥ സൂര്യൻ വേറെയുണ്ട്, ഒരിക്കലും നശിക്കാത്തൊരു സൂര്യൻ. കുടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, കുടത്തിലെ വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ പ്രതിഫലനം ഇല്ലാണ്ടായി. പ്രതിഫലിച്ചുകൊണ്ടിരുന്ന സൂര്യൻ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൂര്യനില്ല, അത് യഥാർത്ഥ സൂര്യൻ്റെ പ്രതിഫലനമായിരുന്നു. അപ്പോൾ ആ പ്രതിഫലനം സൂര്യനിൽ ലയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലയിച്ചു കഴിഞ്ഞു, അതില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനെ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നത് ഒരു വസ്തു പോലെയായി, ഒബ്ജക്റ്റായി, ദൃശ്യമായി. അപ്പോൾ ജീവനെ കാണുന്ന ഒരു ദ്രഷ്ടാവ് വേറെയുണ്ട്. ഇത് നമ്മൾ ദൃഗ്ദൃശ്യ വിഭാഗത്തിൽ പഠിക്കും. ദ്രഷ്ടാവും ദൃശ്യവും, കാണുന്നവനും കാണപ്പെടുന്നതും. കാണുന്നവൻ എപ്പോഴും ഉണ്ട്, ദ്രഷ്ടാവ് എപ്പോഴുണ്ട്, ദൃശ്യം ഇല്ല. ദൃശ്യം വന്നു നിന്ന് പോകാനുള്ളതാണ്. അപ്പോൾ ജീവത്വം എന്നുള്ളത് ദൃശ്യമായത് കാരണം അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതും താൽക്കാലികമായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് സ്വഭാവത്തിലുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ പരമാത്മാവ് എന്ന് പറയുന്നത് വിദ്യാസ്വരൂപനും മായാതീതനുമായ പരമാത്മാവിൽ നിന്ന് അവിദ്യാസ്വരൂപവും മായാതീനനുമായിട്ടൊരു ജീവാത്മാവ് ഒരിക്കലും ഉണ്ടാവില്ല. പരമാത്മാവിൽ നിന്ന് പരമാത്മാവല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. പരമാത്മാവ് സർവവ്യാപിയായിരിക്കുന്ന സ്ഥിതിക്ക് പരമാത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്തൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുവോ അത് പരമാത്മാവിലെ സംഭവിക്കുള്ളൂ. ഇവിടെയാണ് നമ്മൾ രജ്ജു സർപ്പ ഭ്രാന്തി എന്നൊക്കെ പറയുന്നത്. കയറ് പറഞ്ഞത് എപ്പോഴും ഉണ്ട്. അതിൽ കയറിനെ പാമ്പായി തോന്നുമ്പം ആ തോന്നപ്പെട്ട പാമ്പ് അത് തൽക്കാല സമയത്തുണ്ട്, പക്ഷേ അത് കയറാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പാമ്പില്ല എന്ന് പറഞ്ഞതുപോലെ ജീവാത്മാവിൻ്റെ സ്വരൂപം എന്താണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ സ്വരൂപത്തിലെത്തും. അവിടെ ജീവത്വം ഇല്ലാണ്ടാവും. ഈ അജ്ഞാനം ഇരിക്കുന്ന സമയത്ത് മാത്രമേ ജീവനുണ്ട് ഇല്ല ജീവൻ പരമാത്മാവിൽ നിന്ന് വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലും വ്യത്യാസം എന്താ പറഞ്ഞാൽ ഓരോ ഭാഗത്തും ഓരോ ദേഹം വരുമ്പോൾ ദേഹമാണ് ജനിച്ചിട്ട് മരിക്കുന്നത്, ആത്മാവല്ല. പക്ഷെ നമ്മൾ അജ്ഞാനത്തിൽ എന്താ പറയുക, അയാൾ മരിച്ചു, അയാൾ ആത്മാവ് അവിടെ പോയി ഇവിടെ പോയി. അത് അജ്ഞാനികളുടെ തലമാണ്. ഈ അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം അജ്ഞാനത്തിന് മാറാനായിക്കൊണ്ടുള്ള ആചാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഓരോ ആചാരം, ഇപ്പോൾ പിതൃതർപ്പണം, ശ്രാദ്ധം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ആചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തത്വത്തിലേക്ക് മനസ്സിനെ നയിക്കണം. ഞാൻ ഈ കർമ്മങ്ങളിലൂടെ യഥാർത്ഥത്തിൽ പരമാത്മാവിനെ തന്നെയാണ് ആദരിക്കുന്നത്, ഇല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്ന് ബോധിക്കണം നമുക്ക്.
അല്ലാതെ പിതൃ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മരിച്ചുപോയ ജീവൻ എന്നൊരു ജീവൻ തത്വത്തിൽ ചിന്തിക്കുമ്പം ഇല്ല. ഇവിടെ യമധർമ്മ രാജാവ് എന്താ പറയുന്നത്, ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കർമ്മയോഗത്തെയൊക്കെ ചെയ്യുമ്പോൾ ചിത്തശുദ്ധി വന്ന് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സ്വഭാവം അറിയാൻ കഴിയും. അപ്പം നചികേതസിന് കൊടുത്ത രണ്ടാമത്തെ വരം നമ്മൾ ഓർമ്മിക്കാം. എന്നിട്ട് അതിനൊരു പേരും കൊടുത്തു, നചികേതാഗ്നി എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വൈദികമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ലക്ഷ്യം നശ്വരമായി പോകുന്ന ലക്ഷ്യമായി പോകരുത്. പക്ഷെ ഇങ്ങനെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേറെ വേറെയായിട്ട് ജ്ഞാനികൾ അറിയുന്നുണ്ട്, ആത്മാവിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് അവർ പറയുന്നു, ഒന്ന് പരസ്പരം ഭിന്നമായിട്ടിരിക്കും. ഒന്ന് നശ്വരമാണ്, ഒന്ന് അനശ്വരമാണ്. ഒന്ന് മായാതീതമാണ്, ഒന്ന് മായാധീനമാണ്. ഒന്ന് വിദ്യാസ്വരൂപമാണ്, ഒന്ന് അവിദ്യാസ്വരൂപമാണ്. അങ്ങനെ വേറിട്ട് വേറിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ അവിദ്യയിലിരിക്കുന്നവർക്കാണ് ജനന മരണം എന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നത് സത്യമായിട്ട് തോന്നുന്നു. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ തലത്തിനെ അതിക്രമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോഴേ മരണം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. യസ്സേതുരീജാനാനാം അക്ഷരം ബ്രഹ്മ യത്പരം അഭയം തിദീർഷതാം പാരം നാചികേതം ശകേമഹി. ഇതിനെ ജയിക്കുന്നവർക്ക് സംസാരത്തെ അതിനെന്ത് വേണം? നചികേതാഗ്നി ചെയ്യണം. അതായത് കർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നവർക്ക്, ചിത്തമാലിന്യത്തെ ജയിക്കുന്നവർക്ക് ഈ വ്യത്യാസം അറിയാനുള്ള ശക്തി ഉണ്ടാവുന്നു. ഏത് വ്യത്യാസം? ജീവാത്മാവും പരമാത്മാവും എന്ന ഒരു ഭേദവ്യത്യാസമുണ്ട്. സത്യത്തിൽ പരമാത്മാവ് ഉള്ളുവെങ്കിലും വിദ്യ അവിദ്യ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് രണ്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും ആ അനുഭവത്തിനെ മാറ്റിയെടുക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ ശക്തിയുള്ളവർ, സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഇച്ഛിക്കുന്നവർക്ക് യാതൊന്ന് ഭയരഹിതമായ മറുകരയാകുന്നുവോ നാശരഹിതമായ പരബ്രഹ്മത്തെയും അറിയാൻ ശക്തരാകുന്നു. സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നവർ ബ്രഹ്മപ്രതിഷ്ഠ നേടിയെടുക്കുന്നു, അല്ലെ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. പരബ്രഹ്മം. അപ്പം എനിക്ക് മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രവൃത്തി മുഴുവൻ സംസാരത്തെ തരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ജീവിത അനുഭവത്തിൻ്റെ മറുകരയിൽ എത്താനുള്ളതായിരിക്കണം. ആ എത്തലാണ് മോക്ഷം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക? സംസാരത്തിന് എന്താണോ കാരണമായിരിക്കുന്നത് അതിനെ ഇല്ലാണ്ടാക്കുന്നതിലൂടെ സാധിക്കുള്ളൂ. സംസാരത്തിന് എന്താണ് കാരണമായിരിക്കുന്നത്? കർമ്മവാസനകൾ. അപ്പോൾ കർമ്മവാസനകൾ എങ്ങനെ ഇല്ലാണ്ടാക്കുക? കർമ്മവാസനകളിൽ നിന്ന് ഉയർന്നു വരുന്ന കർമ്മത്തിനുള്ള ആഗ്രഹങ്ങളെ, കാമങ്ങളെ, അതിനെ കർമ്മയോഗമാക്കി മാറ്റാം. ധാർമ്മികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ നിഷ്കാമമായിട്ട്, അഹങ്കാരമില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് പൊതു നന്മയ്ക്കായിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സംസാര അനുഭവങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കും. എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി വരും. ഇങ്ങനെ ചിത്തശുദ്ധി വന്ന് സംസാരത്തിനെ തരണം ചെയ്യാൻ സാധിക്കുന്നവർ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തും. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസാരത്തിനെ തരണം ചെയ്യാനുള്ള ഒരു പാലം പോലെയാണ് വൈദിക കർമ്മങ്ങൾ. അപ്പോൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ കുടുങ്ങരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മങ്ങളിലൂടെ മറുകര എത്താൻ ശ്രമിക്കണം. അപ്പോൾ പലർക്കും പറ്റുന്നൊരു സംഭവം ഇതിൽ ഈ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കർക്കിടക മാസമായി കുറേ രാമായണം വായിച്ചു. ഇനി നവരാത്രി ആകുമ്പോൾ അതിൻ്റെ ഇതായിട്ട് പോകും. അയ്യപ്പ സീസൺ ആയിക്കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ പൂജയായിട്ട് പോകും. ഇത് ആ സീസൺ ഭക്തിയിൽ കുടുങ്ങിപ്പോകുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണില്ല. എനിക്ക് എന്തെല്ലാം മാറ്റം വന്നു, എൻ്റെ അഹങ്കാരത്തിന് മാറ്റം വന്നു, എൻ്റെ അറിവിൻ്റെ തലം മാറിയ, ഞാൻ ഈ ദേഹമല്ല ആത്മാവാണെന്ന തലത്തിലേക്ക് ഞാൻ ഉയരാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഓരോ ഗ്രന്ഥം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും അതിലെന്താണ് യഥാർത്ഥത്തിൽ അറിയാനുള്ളത്?
ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് എന്തുകൊണ്ട് സംസാര ദുഃഖമുണ്ടായി? ഇപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് സംസാര ദുഃഖമുണ്ടായി. കർമ്മവാസനകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ കർമ്മവാസനകളെ അതിക്രമിക്കാനുള്ള അനുഭവങ്ങൾ എനിക്ക് വന്നു ചേരുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യണം. ഇതാണ് ശാസ്ത്ര പഠനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അത് വായിച്ചു ഇത് വായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വായനയുടെ ഗുണവും കൂടി വേണം. ഇപ്പൊ ഇന്നത്തെ നമ്മളെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തത്വം അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മളിപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്നത് 2ാം ക്ലാസ്സിലേക്ക് എത്താനായിരിക്കണം. 1ാം ക്ലാസ് തന്നെ ഇങ്ങനെ പഠിച്ച് പുസ്തകമായിട്ട് ഇരുന്നിട്ട് ഞാൻ 2ലേക്കാവട്ടെ 3ലേക്കാവട്ടെ പറഞ്ഞാൽ എത്തില്ല. 1 പഠിച്ച് ജയിച്ച് 2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1ാമത്തെ ക്ലാസ്സിലെ സിലബസ് വിടണം, 2ാമത്തെ ക്ലാസ്സിലെ സിലബസ് എടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോഴും ഓരോ ഗ്രന്ഥം പഠിക്കുമ്പോഴും നമ്മൾക്ക് ആന്തരികമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നമ്മൾ ആ തലത്തിൽ ഉയർന്നുകൊണ്ട് വേണം അടുത്ത തലത്തിലേക്ക് പോകാൻ. ഇങ്ങനെ പടിപടിയായിട്ടുള്ള ഉയർച്ച നേടിയെടുക്കണം. അതാണ് ഇവിടെ സംസാരത്തെ തരണം ചെയ്യുക എന്ന് പറഞ്ഞത്. നമുക്ക് സുഖദുഃഖം എന്ന അനുഭവം എന്തായാലും വന്നുകൊണ്ടിരിക്കും. ആകെക്കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം സുഖദുഃഖങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ സുഖദുഃഖങ്ങളെ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കർമ്മങ്ങളിലൂടെ എത്തിച്ചേരാവുന്ന 2 തലങ്ങളുണ്ട്. സ്വർഗീയ സുഖങ്ങളുള്ള ഒരു തലം, അല്ലെങ്കിൽ പുണ്യലോകപ്രാപ്തി, സ്വർഗലോകപ്രാപ്തി അടുത്ത്. പക്ഷെ പുണ്യലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? പുണ്യം തീർന്നതനുസരിച്ച് തിരിച്ചു വരണം. ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നു അതൊക്കെ. അപ്പം അതിൻ്റെ അപ്പുറം പോവുക എന്നുള്ളതാണ്. നമുക്ക് ഈ 2ഉം തിരഞ്ഞെടുക്കാൻ സാധിക്കും. ബ്രഹ്മപ്രാപ്തി വേണോ സ്വർഗലോകപ്രാപ്തി വേണോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മുമ്പ് യമധർമ്മരാജാവ് പറഞ്ഞ പോലെ എനിക്കും അവസാനമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളന്ന് പറഞ്ഞു യമധർമ്മരാജാവിന് പോലും മരണമുണ്ട് എന്നൊരവസ്ഥയുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും വൈദിക കർമ്മങ്ങൾ ചെയ്തിട്ട് യമന്റെ പദവിയിലെത്തി നിൽക്കുകയാണ്. അവിടെ എത്തിയിട്ട് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പുണ്യം തീരുമ്പം തിരിച്ചു പോകണം. ഇനി അഥവാ ബ്രഹ്മലോകത്തിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ യമൻ എന്ന അഹങ്കാരമില്ലാതെ, അപ്പോഴും യമന്റെ നാശമാണ്. ഒരിക്കലും സംസാരത്തിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥ, അതാണ് ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ എന്താണ് ഇവിടുന്ന് പോകുന്നത്, നമ്മൾ ആരോടൊക്കെ ആയിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്, ഈ സാധന എങ്ങനെ വേണം എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാവുന്നത്. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൂടി ചേർന്നിട്ടുള്ള ഒരു കളിയാണ് ഇത്. നമ്മൾ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനതിന് സാക്ഷി മാത്രമാണ്. ഇതാണ് പറയുന്നത്. ഇതിനാണ് ജീവിതം എന്ന് പറയുന്നത്. 3ാമത്തെ മന്ത്രം നോക്കാം. ഇത് നമ്മൾ ഭഗവത്ഗീത ഉപദേശം, ആ ചിത്രം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങൾ വേഗം മനസ്സിലാവും. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച. ശരീരത്തിനെ രഥമാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമാണിത്, ഉപമ. ഇവിടെ ശരീരം രഥമാണ്. ജീവാത്മാ രഥത്തിൽ യാത്ര ചെയ്യുന്നവനാണ്. ബുദ്ധിയുടെ സ്ഥാനത്തിരിക്കുന്ന വിവേക ബുദ്ധി, ആത്മ അനാത്മ ബുദ്ധി, നിത്യാനിത്യ വിവേകം, ആത്മ അനാത്മ വിവേകം എന്നൊക്കെ പറയാം. അതാണ് തേരാളി. കടിഞ്ഞാണായിട്ടിരിക്കുന്നത് മനസ്സാണ്. ഈ ചിത്രം നമ്മൾ ഈ ഭഗവത്ഗീത ഉപദേശത്തിന്റെ ചിത്രം മനസ്സിൽ ഓർമ്മിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. രഥം ഇരിക്കണം, അതിനകത്ത് അർജുനുണ്ട്, മുമ്പിൽ ഭഗവാനുണ്ട്, ഭഗവാന്റെ കയ്യിൽ കടിഞ്ഞാണുണ്ട്, ആ കടിഞ്ഞാന്റെ അറ്റം കുതിരകളെ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുതിരകളെ നിയന്ത്രിക്കാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. കുതിരയെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത മന്ത്രത്തിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ രഥം എന്ന് പറയുന്നത് നമ്മളുടെ ദേഹമാണ്. ജീവാത്മാവിന്റെ സ്ഥാനം കാണിച്ചിരിക്കുന്നതാണ് അർജുനൻ. അപ്പൊ അർജുന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന്റെ യുദ്ധമാണ്. അത് ആരെ ഏൽപ്പിക്കണം? വിവേക ബുദ്ധി, ആത്മ അനാത്മബോധം, ആ ബുദ്ധിയെ ഏൽപ്പിക്കണം. നിത്യ അനിത്യ വിവേകം എന്ന് പറയും. അവിടെയാണ് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്.
ഈ നിത്യാനിത്യ വിവേകത്തിനെ കൊണ്ട് വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. കടിഞ്ഞാൻ വിവേകത്തിന് കൊടുക്കണം. വിവേകപൂർവം വേണം ജീവിതം മുന്നോട്ട് നീങ്ങാൻ. ഇതാണ് ഉദാഹരണത്തിലൂടെ പറയുന്നത്. ഇന്ദ്രിയാണി ഹയാനാഹോ വിഷയാസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. ഇന്ദ്രിയങ്ങളെ കുതിരകൾ എന്ന് പറയുന്നു. ഭഗവത്ഗീത ഉപദേശം നോക്കുമ്പം 5 കുതിരകളെ കാണാം. ചില ചിത്രങ്ങളിൽ 4 കുതിരകളെ കാണുള്ളൂ. ഈ കുതിരകളൊക്കെ ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. നമ്മൾ ഈ ലോകത്തിന്റെ അനുഭവം ഈ 5 വിധത്തിലേ വരുള്ളൂ. വിഷയാനുഭവങ്ങൾ. അപ്പൊ ഈ കുതിരകള്, അതായത് ഇന്ദ്രിയങ്ങൾ വേണ്ട വിധം നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് 5 വഴിക്ക് ഓടും. അതോടുകൂടി രഥം പൊളിയും. രഥത്തിന്റെ ഗതി കിട്ടില്ല, അത് പൊളിഞ്ഞു പോകും, തകർന്നു പോകും. ഇതാണ് നമ്മുടെ ജീവിതം. അപ്പൊ എന്ത് വേണം? ഈ വിഷയങ്ങളെ, കുതിരകളെ വേണ്ട വിധം നിയന്ത്രിക്കണം. ഇതിലിരിക്കുന്ന ജീവൻ, ശരീരം, ഇന്ദ്രിയ, മനസ്സോടു കൂടിയ ജീവൻ. ഈ സെന്റൻസ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആത്മേന്ദ്രിയ മനോയുക്തം എന്ന് പറയും. ശരീരം, ഇന്ദ്രിയം, മനസ്സോടു കൂടിയ ജീവാത്മാവ്, അതാണ് ഭോക്താവ്. ശരീരം, ഇന്ദ്രിയം, മനസ്സോടു കൂടിയ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ജീവാത്മാവ് അതല്ല, ജീവാത്മാവിനോട് ചേർന്നിരിക്കുന്നതാണ് അത്. എന്റെ ശരീരം, എന്റെ കണ്ണ്, എന്റെ മൂക്ക് എന്നൊക്കെ പറയും. അപ്പൊ ഞാനതല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ ഇതിന്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഇതെല്ലാം കൊണ്ടുവരുന്ന അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നു ഞാൻ. നമ്മുടെ അനുഭവങ്ങൾക്ക് സാക്ഷി മാത്രമാണെന്ന് മറന്നുപോകണം. ഇവിടെ ശരീരത്തിനെ വലിക്കുന്ന കുതിരകൾ മാത്രം ആണ് ഈ 5 കാര്യങ്ങൾ. 5 വഴിക്ക് നമ്മളെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വഴിക്ക് വലിക്കും. ഇപ്പൊ ഒരു വഴിക്ക് പോകുന്ന വഴിക്ക് മനോഹരമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ആ വഴിക്ക് പോകും. എന്തെങ്കിലും ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചെവി ആ വഴിക്ക് പോകും. രുചികരമായ ഭക്ഷണത്തിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ ഓരോ വഴിക്ക്. ഈ 5 അനുഭവങ്ങളും ഇല്ലെങ്കിൽ ഈ ലോകം ഇല്ല. കണ്ണില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യപ്രപഞ്ചം ഇല്ല. അയാൾക്ക് മറ്റുള്ളൊരാൾ പറഞ്ഞു കേട്ടിട്ട് അയാളുടെ മനസ്സിലുണ്ടാവുന്ന ചിത്രങ്ങളെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ചെവി കേൾക്കാത്ത ഒരാൾക്ക് ശബ്ദപ്രപഞ്ചം ഇല്ല. തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല ഭംഗിയും തന്നെ പറയുള്ളൂ, എന്തെങ്കിലും ഒച്ച കേട്ടു എന്ന് പറയില്ല. ശബ്ദം എന്നൊരു അനുഭവം ഇല്ല. ത്വക്കിന്, സ്കിന്നിന് ഈ ടച്ച് അറിയാനുള്ള, സ്പർശം അറിയാനുള്ള കഴിവില്ലെങ്കിൽ, ഇപ്പൊ ഈ കുഷ്ഠരോഗികൾക്കൊക്കെ അങ്ങനെയുണ്ട്. അതില്ലെങ്കിൽ അവർക്ക് ആ അനുഭവം ഇല്ല. സ്പർശനം എന്നൊരു അനുഭവം ഇല്ല, വേദനയൊന്നും ഉണ്ടാവില്ല. അതുപോലെ മൂക്ക്, നാക്ക്, ഈ 5 കാര്യം. ചില സ്ഥലത്ത് നമുക്ക് 4 കുതിരകളെ കാണുള്ളൂ. അപ്പൊ 4 കുതിര എന്തിനാണ് എന്ന് ചോദിച്ചാൽ 5ാമത്തെ കുതിര എവിടെ പോയി? അങ്ങനെ ഒരു ചോദ്യം വരും. അതില് നാക്കില് നമ്മൾ രുചി അറിയണമെങ്കിൽ ആ വസ്തു നാവിൽ ടച്ച് ചെയ്യണം, സ്പർശം. അപ്പൊ അവിടെ രസവും സ്പർശവും ഒന്നായി. അതുകൊണ്ട് ആ 2നെയും കൂടി ചേർത്തിട്ട് ചില സ്ഥലത്ത് ഒരു കുതിരയെ പറയുന്നു. അത് കാരണം 4 കുതിര. അപ്പൊ ഇങ്ങനെ ജീവിതത്തിനെ വിഷയത്തിലേക്ക് ഓടുന്ന ദേഹവും അത് അനുഭവിക്കുന്ന ഞാനും എന്ന വിധത്തിൽ അറിയുന്നവർ ജ്ഞാനികളാണ്. നമുക്ക് നമ്മളുടെ ദേഹത്തിനോടുള്ള ബന്ധം വിട്ട് കിട്ടാൻ ഏറ്റവും നല്ല ശ്ലോകങ്ങളാണ് ഇതൊക്കെ. എന്നെ ഓരോ കുതിരയും എപ്പോൾ ഏത് വഴിക്ക് വലിച്ചുകൊണ്ടിരിക്കണം, ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇതിനകത്തിരിക്കുന്ന ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്ന സാക്ഷി മാത്രമാണ്. ജീവാത്മാവെന്ന അഹങ്കാരമാണ് അനുഭവങ്ങളെ അനുഭവിക്കുന്നത്, ഭോക്താവായിട്ടിരിക്കുന്നത്. ഞാൻ ആ ഭോക്താവിനും സാക്ഷിയായിരിക്കുന്ന
ആത്മാവാണ്. ഞാൻ സുഖം അനുഭവിക്കുന്നു, ഞാൻ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. ഞാൻ അറിയുമ്പോഴേ ഈ അനുഭവം തന്നെയുള്ളൂ. ഇപ്പൊ നല്ല ഉറക്കത്തിലൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം എന്താണ്? അവിടെ നമ്മൾ ദേഹബോധത്തിലല്ല. സ്വപ്നത്തിൽ നമ്മൾ പലതും അറിയുന്നുണ്ട്. അപ്പൊ സ്വപ്നദേഹത്തിൽ നമ്മൾ ആ അനുഭവമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കണം. അപ്പൊ സ്വപ്നലോകത്തിൽ നമ്മൾ ഭോക്താവായിട്ടും വരുന്നുണ്ട്. സുഷുപ്തിയിൽ ഇതൊന്നുമില്ല. അത് കാരണം നമുക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല. ഇതാണ് വ്യത്യാസം. അപ്പം ചുരുക്കി പറഞ്ഞാല് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഈ ദേഹവും മനസ്സുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുള്ളൂ. നമ്മളതല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അനുഭവം വേറെയായി, നമ്മൾ വേറെയായി. ദേഹത്തിനാണ് ജനനവും മരണവും ഉള്ളത്, എനിക്കല്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള ആത്മാവിനല്ല. അപ്പൊ ആ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കണു എന്ന ചോദ്യം തന്നെ ശരിയല്ല. കാരണം മരണം ദേഹത്തിനാണ്, ആത്മാവിനല്ല. ആത്മാവിൽ ജനനം, ജീവിതം, മരണം എന്ന അനുഭവം അനുഭവിച്ചു ഞാൻ അതിന് സാക്ഷിയായി. ഇങ്ങനെ മാറണം. ഇതിന് ഈ ഒരു തലത്തിലൂടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും മനനം ചെയ്യണം. യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വ ഇവ സാരഥേ. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ വലിക്കുന്ന ശരീരമാകുന്ന രഥം യാത്രക്കാരനായ ജീവനെ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ സൂതൻ, അതായത് തേരാളി, അത്യന്തം വിവേകിയായിരിക്കണം. മനസ്സാണ് കടിഞ്ഞാൺ. മനസ്സിനെ അടക്കാതിരിക്കുന്ന വിവേകശൂന്യനായ സാരഥിയുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ അവയ്ക്കിഷ്ടമുള്ള ദിക്കിലേക്കാണ് സഞ്ചരിക്കുക. ഇന്ദ്രിയങ്ങൾ അവയ്ക്കിഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി ശരീരമാകുന്ന രഥത്തെ സംസാരത്തിന്റെ അടിത്തട്ടിൽ വീഴ്ത്തി നശിപ്പിക്കുന്നു. അങ്ങനെ യാത്രക്കാരനായ ജീവന് ലക്ഷ്യത്തിലെത്താതെ നശിക്കേണ്ടി വരുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. നമ്മുടെ ജീവിതമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടക്കമില്ലാത്ത അയുക്തേന മനസ്സ്, അടക്കമില്ലാത്ത മനസ്സോടുകൂടിയനായിട്ടുള്ള വിവേകശൂന്യനായിത്തീരുന്ന ജീവാത്മാവ്, അവനെന്ത് സംഭവിക്കുന്നു? അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവനെ പല വിഷയങ്ങളിലേക്കായിട്ട് വലിച്ചു കൊണ്ടുപോയി ആ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിഷയങ്ങളാകുന്ന ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുക, മോക്ഷം എന്ന് പറയും. മോക്ഷമാകുന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവുമാണ്. ഇത് രണ്ടും വേണമെങ്കിൽ വിവേകം വേണം. അപ്പോൾ വിവേകമില്ലാത്ത മനസ്സോടുകൂടി ഒരാൾക്ക് ഇന്ദ്രിയങ്ങളോ മനസ്സോ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. ഇത് രണ്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്തവർക്ക് ജീവിത ലക്ഷ്യം തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ജീവിതം അതിൻ്റെ വഴിക്ക് പോകും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ ഇനി കുറച്ച് ചായ കുടിക്കാം, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നൊന്ന് ജോലിക്ക് പോവാം, പിന്നെ കഴിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ ഈ ഒഴുക്ക് കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ജീവിതം. ചിലവരെന്ത് ചെയ്യും? ഇതിനൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ജീവിതത്തിൽ ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഗൃഹസ്ഥനായിട്ട് ജീവിക്കുമ്പോൾ ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഈ ജീവിതത്തിന് ലക്ഷ്യത്തിലെത്തിക്കാനുണ്ട് എന്നറിയണം. അവൻ അറിവുള്ളവനാണ്, അവന് ലക്ഷ്യബോധമുണ്ട്. എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് അവനറിയാം. വിവേകം വേണം. വിവേകം കൊണ്ട് മാത്രമേ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. വിവേകമില്ലെങ്കിൽ ജീവിതം കയ്യിൽ നിന്ന് പോകും. വിവേകം ഇതിപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ വിവേകമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ വെറുതെ ഓടി നടക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഏതൊരു കാര്യവും നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ഇത് തന്നെയാണ് ഫലം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കർക്കിടക മാസം രാമായണ വായനയുടെ സമയം. രാമായണ വായന വളരെ യാന്ത്രികമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ അതൊരു കൊടുക്കണം. അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീക്കുന്നില്ല. നമ്മളൊരു പുസ്തകം വായിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിലും ഈ മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലോ രാമായണ വായന കൊണ്ട് ഗുണമുണ്ട്.
ഇതുപോലെ തന്നെ എല്ലാ ആചാരങ്ങളും, അമ്പലത്തിൽ പോകുന്നതാവട്ടെ, പൂജ ചെയ്യുന്നതാവട്ടെ, പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഈ സ്വാധ്യായം നമ്മളിപ്പോൾ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇത് വെറുതെ കേട്ട് മറന്നുപോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ആലോചിക്കാനുള്ളത്, ഞാൻ എന്തെല്ലാം വഴിക്ക് ചിന്തിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ വേണ്ടതാണോ ഒഴിവാക്കേണ്ടതാണോ, എനിക്ക് ആരോടൊക്കെ അടുപ്പമുണ്ട്, എന്തെല്ലാം വസ്തുക്കളോട് അടുപ്പമുണ്ട്, എന്തെല്ലാം പാട്ടുകളോട് അടുപ്പം, ഇതൊക്കെ ചിന്തിക്കാനുണ്ട്. ഇതൊക്കെ നമ്മളെ രഥത്തിനെ നശിപ്പിക്കുന്ന കുതിരകളുടെ വഴിയാണ്. ഏകമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. അതിനാണ് മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ശമം, ദമം, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു. ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം എന്ന് പറയുന്നതാണ്. ഇല്ലെങ്കിൽ ഇവിടെ പറയും ദുഷ്ടരായ കുതിരകൾ എന്ന് തന്നെ പറഞ്ഞു, ദുഷ്ട അശ്വാ പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ നാശങ്ങളെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം എന്നതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. കുതിരകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഭഗവത്ഗീതയിൽ കുതിരകളെ വെള്ളക്കുതിരകളായിട്ടാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ആ ശ്ലോകങ്ങൾ ഓർമ്മയുണ്ടോയെന്നറിയില്ലേ? എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണങ്ങളാണ്. വെള്ള നിറം സാത്വിക ഗുണത്തിൻ്റെ നിറമാണ്. അപ്പം അതിനെ താമസികവും രാജസികവുമായ ഗുണങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞ സാത്വിക ഗുണത്തിനെയാണ് ദൈവം നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ സാത്വിക ഗുണമാണെങ്കിൽ പോലും ദോഷങ്ങളുണ്ട്, ദൈവത്തിനെ തന്നെ ഏൽപ്പിക്കണം. പക്ഷെ സാത്വിക ഗുണങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ്, ആയി വരുമ്പോഴാണ് അവിടെ ദൈവം വരേണ്ടത്. ശ്രീകൃഷ്ണൻ അവിടെ എത്തണമെങ്കിൽ, ആ കടിഞ്ഞാണ് പിടിക്കണമെങ്കിൽ നമ്മൾ സത്വഗുണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മാനാത്മ വിവേകം വരണം. തമസിലും രജസിലും കുടുങ്ങിക്കിടക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗുണത്രയ വിഭാഗ യോഗത്തിൽ പഠിച്ചു ഇതിനെക്കുറിച്ച്. ഓരോ ഗുണങ്ങളെ അതിക്രമിച്ചിട്ട് എങ്ങനെ തമസിനെ രജസ് കൊണ്ടും രജസിനെ സത്വം കൊണ്ടും ജയിക്കണം, എന്നിട്ടോ മൂന്നിനെ ഒഴിവാക്കണം. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഇതാണ് ഉപദേശം. ഗുണത്രയങ്ങളെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ മായയെ അതിക്രമിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തുടക്കം മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ഇതാണ് മുഖ്യമായിട്ട് വേണ്ടത്. ഇത് വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ വരും. യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വാ ഇവ സാരഥേ. യാതൊരുവനാണോ എല്ലായ്പ്പോഴും അടക്കമുള്ള മനസ്സോടുകൂടി വിവേകിയായിത്തീരുന്നത്, അവൻ്റെ ഇന്ദ്രിയങ്ങൾ നല്ല കുതിരകൾ എന്ന പോലെ തേരാളിക്ക് സ്വാധീനങ്ങളായിത്തീരുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുക. നല്ല തേരാളിയാണെങ്കിൽ നല്ല വിധത്തിൽ കുതിരയെ നയിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. തേരാളിയും ശരിയല്ല, കുതിരകളും ശരിയല്ലെങ്കിൽ ജീവിതം തകർന്നു പോകും. ഇനി തേരാളി ശരിയാണ്, കുതിരകൾ നിയന്ത്രണമില്ലാത്തതാണെങ്കിലാണ് അപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കുതിരകളെ മെരുക്കിയെടുക്കണം. മെരുക്കിയെടുക്കുന്ന തേരാളിയാവണം. നല്ല വിവേക ബുദ്ധിയോടുകൂടി ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങണം. എന്നാലേ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അഞ്ചാമത്തെ ശ്ലോകത്ത് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യം മനോനിയന്ത്രണം ഇല്ലാത്ത ആളെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ മനോനിയന്ത്രണം ഉള്ള ആളെക്കുറിച്ച് പറഞ്ഞു. അടക്കമുള്ള മനസ്സോടുകൂടി വിവേകിയായി തീരണം. ഈ വിവേകം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാധ്യായം ചെയ്യുന്നത്, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്. ഈ ശാസ്ത്രത്തിലെ തത്വങ്ങളുടെ ബലത്തിൽ വേണം ജീവിതം മുന്നോട്ട് പോകാൻ. നമ്മളിത് പഠിച്ചിട്ട് ജീവിതത്തിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണവുമില്ല. നമ്മളുടെ ആവശ്യം എന്താണ്? കുതിരകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ മനസ്സും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് കിട്ടണം, അതാണ് ആവശ്യം. അപ്പം അതിനെന്ത് വേണം? വിവേകിയായിത്തീരണം എന്നിവിടെ പറഞ്ഞു. വിവേകം എപ്പോഴാണ് ഉണ്ടാവുക? പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം ഉണ്ടാവില്ല. കർമ്മങ്ങളിലൂടെ ചിത്തശുദ്ധി കൂടി നേടണം. എന്നാലേ അത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുള്ളൂ. ആത്മപ്രകാശം തെളിഞ്ഞു വരുള്ളൂ. ഇതൊക്കെ ഓർമ്മിക്കാനുണ്ട്. യസ്ത്വ വിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ ശുചി ന സ തത് പദമാപ്നോതി സംസാരം ചാതി ഗച്ഛതി. യാതൊരുവനാണോ വിവേകരഹിതനായും മനോനിയന്ത്രണമില്ലാത്തവനായും എല്ലായ്പ്പോഴും അശുദ്ധനായും തീരുന്നത്, അവൻ തൻ്റെ ലക്ഷ്യമായ ആത്മാവിനെ പ്രാപിക്കുന്നില്ല, സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു.
അപ്പം നമ്മൾ ഈ സംസാരത്തിലൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ ഈ ദുഃഖം, നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം എന്താണ്? നമ്മൾ വിവേകരഹിതമായിട്ട് ജീവിച്ചു, മനോനിയന്ത്രണമില്ലാതെ ജീവിച്ചു, ചിത്തശുദ്ധിയില്ലാതെ ജീവിച്ചു. അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്ത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം നമുക്ക് പിടികിട്ടി. എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി. പ്രകൃതി ഇതൊക്കെ പറഞ്ഞു, ഇങ്ങനെ ജീവിച്ചാൽ ഇന്ന തലത്തിലേക്ക് എത്താം, ഇങ്ങനെ ജീവിച്ചാൽ ഇന്ന തലത്തിലേക്ക് എത്താൻ പറഞ്ഞു. പക്ഷെ നമ്മളിതൊക്കെ കേട്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മളങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചില്ല. അപ്പം വീണ്ടും ജീവിതം സംസാര ദുഃഖത്തിലേക്ക് വന്നു. ഇവിടെ പറയണ അങ്ങനെയുള്ള ഒരാൾ, വിവേകരഹിതനും മനോനിയന്ത്രണവും ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. മനോനിയന്ത്രണം എന്നുള്ള ആധ്യാത്മിക പഠനം ഉള്ളവർക്ക്, ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് പുരോഗതിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടത് മനോനിയന്ത്രണം. മനോനിയന്ത്രണം ഉണ്ടെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുള്ളൂ. നമുക്ക് മനോനിയന്ത്രണം ഉണ്ടോ എന്ന് എങ്ങനെയാ അറിയാം? നമ്മൾ ഓരോ അവസരത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്, ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും എടുത്ത് ചാടി തിരിച്ചു പറയുന്നുണ്ടോ? പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടോ? കണ്ടത് മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സംശയങ്ങൾ നിവർത്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല. പലരും നമ്മൾ ഈ ചെറുപ്പത്തിൽ ഈ സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പറയില്ലേ, മനസ്സിലൊന്നും നിൽക്കില്ല, അവൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല, അവൻ ഉള്ളത് മുഴുവൻ തുറന്നു പറയും, മനസ്സിലൊന്നും നിൽക്കില്ല, പാവാണ്. അപ്പം നമ്മളിതൊരു വലിയ ഗുണമായിട്ട് കാണും. അത് വലുതായി വരുമ്പോൾ നമുക്ക് വായി തോന്നിയൊക്കെ പറയാനുള്ള ലൈസൻസ് ആയിട്ട് തോന്നും. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് മനസ്സിലൊന്നും നിൽക്കില്ല, ഞാൻ അന്നേരം വിളിച്ച് പറയും എന്ന് പറയും. പക്ഷേ ഈ പറയുന്ന ആൾക്ക് അത് പറയാം, അയാൾക്ക് സ്വയം ഞാൻ ഒരു ശുദ്ധനാണ്, എൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് എന്ത് മനസ്സിലാവും? ഇയാൾ കാര്യങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ റിലേഷനൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പലപ്പോഴും നേതൃസ്ഥാനത്ത് പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർ അത് വളരെ ആലോചിക്കണം. ഈ സമയത്തൊക്കെ 2 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. നമുക്കവിടെ പ്രത്യേകിച്ച് വലിയ കമ്പനീൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കുന്നവർ, ഇപ്പോൾ അവിടെ ഒരു ലേബർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ എടുത്ത വഴി ചാടിക്കയറി പറയേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു 2 മിനിറ്റ് സമയം കിട്ടും ആലോചിക്കട്ടെ പറയുമ്പോൾ. എന്നിട്ട് ഞാൻ എന്താണ് കേട്ടത് എന്ന് ചിന്തിക്കാം, ഇല്ലേ ഞാൻ എന്താണ് കണ്ടത്, എന്നിട്ട് അതിൽ വ്യക്തമാവാത്തതിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കാൻ പറയാം. ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ വലിയ വലിയ ഡിബേറ്റ്സ് ഒക്കെ കാണുമ്പോൾ കണ്ടില്ലേ, അവരും ചാടിക്കയറി പറയണേ കാണില്ല. ഞാൻ രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. വലിയ വലിയ ആൾക്കാരായിട്ട് ഇപ്പോൾ ഈ എന്താ പറയുക, ടാറ്റയെ പോലുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചോദിച്ചതിന് ഇങ്ങനെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അവർ ചോദിച്ചതിൻ്റെ ശേഷം അവർ ഒന്നുകൂടി ചിലപ്പോൾ അവർ തിരിച്ചു ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേറെന്തെങ്കിലും ചോദ്യം തിരിച്ചു ചോദിക്കും, കേട്ടത് വ്യക്തമായോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ മറുപടി പറയുള്ളൂ. ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ, ഒരു ഓഫീസിൽ ഒരു കാര്യമുണ്ടായി, ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുണ്ട്. പക്ഷെ പല സമയത്തും ചില കമ്മിറ്റി മീറ്റുകളിലൊക്കെ കണ്ടില്ല, ആരെന്തും പറയുമ്പോഴേക്കും ചാടിക്കയറി മറുപടി പറഞ്ഞു, പിന്നെ അത് വഴക്കായി, ഈഗോ ആയി, പ്രശ്നം. കാരണം എന്താണ്? മനോനിയന്ത്രണമില്ല. അപ്പം ഈ മനോനിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം. മനോനിയന്ത്രണം ഉണ്ടെങ്കിലേ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുള്ളൂ. കാരണം മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഇനി മുന്നോട്ട് വരാൻ പോകുന്നുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ മനോനിയന്ത്രണം. നമ്മൾ ധ്യാനത്തിനൊക്കെ വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് വരുന്നത്. ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ മസിൽ പിടിച്ചിരിക്കുന്നതല്ല, മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ശ്രമമാണ് ജപം, ധ്യാനം എന്നൊക്കെ. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തിൽ, പഠനത്തിൽ, അല്ലെങ്കിൽ സാധനകൾ, ഇതിനൊക്കെ വലിയ സ്ഥാനമാണ്. പലരും വിചാരിക്കുന്നത് കുറേ നേരം ജപിച്ചു കഴിഞ്ഞാൽ ദൈവം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് തഥാസ്തു പറയും. അങ്ങനെയല്ല, അതൊക്കെ സിനിമയിലുള്ളൂ. നമ്മൾ എത്രത്തോളം ഇതായിട്ട് ജപിക്കുന്നുവോ ആ മന്ത്രത്തിൻ്റെ ഗുണം അവനവൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ അറിയപ്പെടാത്ത തലങ്ങളിലേക്ക് വരുന്നത്. നന്നായിട്ട് ജപിക്കുന്നവരോട് ചോദിച്ചാൽ ഇതൊക്കെ അറിയാൻ പറ്റും. ജപത്തിന് അത്രയും ശക്തിയാണ്. മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സ് ശാന്തമാവുക, അതിൽ സങ്കല്പശക്തി നന്നായിട്ട് വരിക, ഇതൊക്കെ ജപം കൊണ്ടുവരും. ഇതിന് തന്നെയാണ് നമ്മൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനോനിയന്ത്രണത്തിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നു.
അത് എടുത്തെടുത്ത് പറഞ്ഞ എന്തിനാ പറഞ്ഞാൽ നമ്മളത് നേടിയെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം മനോനിയന്ത്രണമില്ലാത്തവൻ സംസാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സംസാരത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും അജ്ഞാനത്തിൽ നിന്ന് മുക്തനാവുന്നില്ല. മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്താനേ സാധിക്കില്ല മനോനിയന്ത്രണം ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് വേണം? മനോനിയന്ത്രണം അത് ശീലിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വന്നോളും. ഈ ആധ്യാത്മികത്തിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ഗുണം വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ മറ്റു ഗുണങ്ങളൊക്കെ അതിനോടൊപ്പം വരും. ഇനി ഇതേ കാര്യം തന്നെ വിപരീതമായിട്ട് ഇവിടെ പറയുന്നു. യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി സതു തത് പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ. യാതൊരുവനാണോ എല്ലായ്പ്പോഴും വിവേകിയും നിയന്ത്രിത മനസ്സോടുകൂടിയവനും ശുദ്ധനും ആയിത്തീരുന്നത്, അവനാകട്ടെ ആ സ്ഥാനത്തെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു, യാതൊന്നിൽ നിന്ന് വീണ്ടും ജനിക്കുന്നില്ല, വീണ്ടും സംസാരത്തിലേക്ക് വരുന്നില്ല. ഇപ്പം മുമ്പ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയാണെങ്കിൽ വിജ്ഞാനവാനായിരിക്കണം, വിവേകിയായിരിക്കണം. ആത്മാനാത്മ വിവേകം, നിത്യാനിത്യ വിവേകം എന്നൊക്കെ പറയും. അതായത് ആധ്യാത്മികമായിട്ടുള്ള അറിവ്, തത്വത്തിലെ അറിവുണ്ടായിരിക്കണം. മനോനിയന്ത്രണം ഉണ്ടായിരിക്കണം. പിന്നെന്താ? ശുദ്ധനായിരിക്കണം. ശുദ്ധനായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സോപ്പ് തേച്ച് കുളിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. മനോമാലിന്യങ്ങൾ അകന്നവനായിരിക്കണം. മനോമാലിന്യങ്ങൾ അകലുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലെ കാമവാസനകൾ അകലുക, അഹങ്കാരം അകലുക. നമുക്ക് അസൂയ, കുനിഷ്ട്, കുശുമ്പ് ഈ വക കാര്യങ്ങൾ തോന്നാതിരിക്കുക. അതൊക്കെ മനോമാലിന്യം അകന്നതിൻ്റെ ഇതാണ്. ഇപ്പം നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് രണ്ട് വലിയ ഗുണങ്ങൾ, അഭയം, സത്വസംശുദ്ധി പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഭയമില്ലാതിരിക്കുന്ന അവസ്ഥയും ചിത്തശുദ്ധിയും അതാണ് വേണ്ടത്. അത് നേടിയെടുക്കാൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതുണ്ടെങ്കിൽ ആ വ്യക്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും, അവൻ പ്രാപിക്കുന്ന ഒരു സംശയമില്ലാതെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ഗുണം? പിന്നെ സംസാരത്തിലേക്ക് തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുനിന്ന് പോകുന്നല്ല, ബോധതലത്തിൽ തത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് ആനന്ദകരമായ ജീവിതം ഉണ്ടാവും. നമ്മളുടെ സാധാരണക്കാരൻ്റെ കണ്ണെത്താൻ അങ്ങനെ ജ്ഞാനികൾ ഒക്കെ അങ്ങനെയാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മളോടൊപ്പം നിന്ന് ഭക്ഷണം കഴിച്ച് കളിച്ച് ചിരിച്ച് രസിച്ച്, പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തത്വങ്ങൾ അറിയാം. അവർ ആത്മതലത്തിലിരിക്കുന്നതാണ്. ദേഹത്തിന് വരവും പോക്കും ഉണ്ട്, പക്ഷെ ഞാൻ വരുന്നില്ല എന്നറിയുന്നവരാണ്. കാരണം അവർ ദേഹവുമായിട്ട് ബന്ധമില്ല. നമ്മളെപ്പോലെ അജ്ഞാനത്തിലിരിക്കുന്നവർ, സാധാരണക്കാർ എന്താ വിചാരിക്കും? ഞാൻ ദേഹമാണ് എന്ന് വിചാരിക്കുന്നു. അത് കാരണം സംസാരം ദുഃഖം അനുഭവിക്കുന്നു. മറ്റൊരു ആത്മബോധത്തിലിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് സംസാര ദുഃഖം ഇല്ല. അപ്പം ആത്മബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആത്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ വീണ്ടും സംസാര ദുഃഖം അനുഭവിക്കില്ല. അവർ ആ ദുഃഖകരമായ അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും അതിനെ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് കടന്നുപോകും. അതാണ് ഇവിടെ പറയുന്നത്. യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ജനിക്കേണ്ടതായി വരികയില്ലയോ ആ പരമപദത്തെ പ്രാപിക്കുന്നു. എങ്ങനെയാണെങ്കിൽ വിവേകത്തോടുകൂടി, മനോനിയന്ത്രണത്തോടുകൂടി, ചിത്തശുദ്ധിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ. അപ്പോൾ പരമപദപ്രാപ്തി എന്നതാണ് ലക്ഷ്യം. മനോനിയന്ത്രണവും ചിത്തശുദ്ധിയുമാണ് അതിന് വേണ്ടത്. ഈ രണ്ട് കാര്യം എപ്പോഴും ഓർമ്മിക്കാം, ബാക്കിയെല്ലാം വിട്ടേക്കാം. നമ്മളുടെ ഇപ്പോഴത്തെ തലവും എത്തിച്ചേരേണ്ട തലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് തിയറി മാത്രമല്ല, ഈ തലത്തിലേക്ക് എത്തണം എങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങണം, പ്രാവർത്തികമാക്കണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം. വെറുതെ ഫോർമുലയും തിയറിയും പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പനിയുണ്ട്, ഡോക്ടറെ പോയി കണ്ടു, ഡോക്ടർ പറഞ്ഞു പാരസെറ്റമോൾ കഴിച്ചാൽ മതി, എഴുതി. ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും, പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും പറഞ്ഞാൽ പനി മാറില്ല. അത് ആ ഗുളിക വാങ്ങി കഴിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയും കാര്യം ജീവിതത്തിൽ പകർത്തണം, എന്നാലേ ലക്ഷ്യത്തിലെത്തുള്ളൂ. അതുപോലെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഉപനിഷത്ത് പഠനത്തിൽ ഈ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദേഹബോധത്തിലിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, രഥവുമായിട്ട് ചേർന്ന് ചിന്തിക്കാം. അതിലേക്ക് ഞാൻ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ ഇവിടെ വിവേകബുദ്ധിയെ കൊണ്ടുവരണം. അപ്പോഴേ ഈ രഥം ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അത് വന്നില്ല എന്നെങ്ങനെ അറിയും? മനോനിയന്ത്രണവും ചിത്തശുദ്ധിയും ഉണ്ടോ,
ഇത് നമ്മൾ സ്വയം അവലോകനം ചെയ്ത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. വിജ്ഞാനസാരഥിര്യസ്തു മനഃപ്രഗ്രഹവാന്നരഃ സ്വധന പാരമാപ്നോതി തദ്വിഷ്ണു പരമം പദം. യാതൊരു മനുഷ്യനാകട്ടെ വിവേകമാകുന്ന തേരാളിയോടുകൂടിയവനും മനസ്സാകുന്ന കടിഞ്ഞാണോടുകൂടിയവനും ആകുന്നുവോ അവൻ സംസാരമാർഗത്തിൻ്റെ മറുകരയെ പ്രാപിക്കുന്നു. അത് സർവവ്യാപിയായ പരമാത്മാവിൻ്റെ പരമമായ സ്ഥാനമാകുന്നു. വിഷ്ണുപദത്തിൽ എത്തിച്ചേരുന്നു. എങ്ങനെയാണെങ്കിൽ വിവേകമാകുന്ന തേരാളിയും മനസ്സാകുന്ന കടിഞ്ഞാണോടുകൂടിയും. വിവേകബുദ്ധിയുടെ അടുത്ത് ഈ കടിഞ്ഞാണിനെ ഏൽപ്പിച്ച ആള് സംസാരം ആകുന്ന ഈ മരുഭൂമിയിലെ സംസാര ആരണ്യം എന്നാ പറയാം ശരിക്കും, അതിൻ്റെ മറുകര എത്തുന്നു. സംസാരത്തെ തരണം ചെയ്യുന്നു. ആ സംസാരത്തെ തരണം ചെയ്താൽ എന്താണ്? അതാണ് വിഷ്ണുപദം, പരമാത്മാവിൻ്റെ പരമമായ സ്ഥാനം. ഇവിടെ സാധാരണ നമ്മൾ വിഷ്ണുപദം പൂകട്ടെ, വിഷ്ണുപദം പൂകി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതും ആരെയും മരിച്ചു പോയി കഴിഞ്ഞാൽ. നമ്മളതിൻ്റെ തത്വം അറിഞ്ഞിട്ടൊന്നല്ല, ഇത് എന്തോ ഒരു വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ട് എഴുതുന്നത്. ലക്ഷ്യം അത് തന്നെയാണ്, വിഷ്ണുപാദം അവിടെ ചെന്ന് ലയിക്കുക എന്ന് പറഞ്ഞാൽ പരമാത്മാ ഭാവത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ജീവഭാവം ലയിക്കുക. അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കുന്നതിനാണ് വിഷ്ണുപദത്തിൽ എത്തിച്ചേരുക പറഞ്ഞത്. അജ്ഞാനം പൂർണ്ണമായി നശിച്ചാൽ പിന്നെ ജീവഭാവം ഇല്ല. ഇന്ന് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ആ 2 പക്ഷികളുടെ കാര്യം പറഞ്ഞതുള്ളൂ. അതുപോലെ കർമ്മഫലം ഭുജിക്കുന്ന ഒരു പക്ഷിയും അതിന് സാക്ഷിയായിട്ടിരിക്കുന്ന പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഈ ജീവഭാവം പോയിട്ട് പരമാത്മഭാവത്തിൽ എത്തുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എവിടെയോ ചേർന്നങ്ങോട്ട് ലയിക്കുക എന്നല്ല അർത്ഥം. നമ്മളുടെ ഈ അജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക. അതിനെന്ത് വേണം? മനോനിയന്ത്രണം, ആത്മജ്ഞാനവും വേണം. എന്നാൽ ഈ സംസാരത്തിൽ നിന്ന് ആത്യന്തികമായ ദുഃഖ നിവൃത്തി ഉണ്ടാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ തൽക്കാലത്തേക്കൊക്കെ കുറച്ച് സുഖം തോന്നിയെങ്കിലും വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം, സംസാര ദുഃഖത്തിലേക്ക് വരണം. അപ്പം എനിക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ മനോനിയന്ത്രണത്തിനുള്ള ശ്രമം തുടങ്ങണം, അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങണം. ഇന്ദ്രിയേഭ്യ പരാഹ്യാർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹദ പരമവ്യക്തം അവ്യക്താത് പുരുഷ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ടാ സ പരാഗതി. ഇന്ദ്രിയങ്ങളെക്കാൾ വിഷയങ്ങൾ ശ്രേഷ്ഠങ്ങളാകുന്നു. വിഷയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠമാണ്. മനസ്സിനേക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാകുന്നു. ബുദ്ധിയേക്കാൾ ഹിരണ്യഗർഭൻ ജീവൻ ശ്രേഷ്ഠനാകുന്നു. ഹിരണ്യഗർഭനേക്കാൾ അവ്യക്തം പ്രകൃതി ശ്രേഷ്ഠയാകുന്നു. പ്രകൃതിയേക്കാൾ പുരുഷൻ പരമാത്മാവ് ശ്രേഷ്ഠനാകുന്നു. പുരുഷനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല. അത് അങ്ങേ അറ്റത്തെ അവസ്ഥയാകുന്നു, പരമമായ ഗതിയുമാകുന്നു. ഇത് സൃഷ്ടിയുടെ ഒരു പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളതാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെക്കാൾ ശക്തമാണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മത കൂടുന്തോറും ശക്തിപ്പെടും. ഇവിടെ കാര്യം കാരണം ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാവുക. ഉദാഹരണമായിട്ട് ആഭരണം കാര്യമാണ്, കാരണം സ്വർണമാണ്. സ്വർണത്തിൽ നിന്നാണ് ആഭരണം ഉണ്ടാവുക, കാരണത്തിൽ നിന്ന് കാര്യമുണ്ടാവും. അപ്പൊ ഈ കാര്യത്തിൽ കാരണത്തിന്റെ ഗുണങ്ങളുണ്ടാവും. കാര്യത്തിൽ നിന്നും കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആ വസ്തു ഇല്ലാണ്ടാവും, കാര്യം ഇല്ലാണ്ടാവും. ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആഭരണം ഇല്ലാണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയുക? ആഭരണത്തെക്കാൾ ശക്തമാണ് സ്വർണം, അല്ലെങ്കിൽ ശ്രേഷ്ഠമാണ് സ്വർണം. ഇതാണ് തിയറി. ഈ തിയറി അനുസരിച്ച് വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിഷയങ്ങൾ. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ കാണുന്ന വിഷയ വസ്തുക്കളല്ല, പഞ്ചതന്മാത്രകളായിട്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് രൂപം, രസം, ഗന്ധം എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നാണ്, മനസ്സ് കാരണം വിഷയങ്ങൾ കാര്യം. മനസ്സുണ്ടെങ്കിലേ വിഷയങ്ങളുള്ളൂ. ഇതാണ് ചുരുക്കി പറഞ്ഞത്. അത് നമുക്ക് ആലോചിച്ചാൽ അറിയുള്ളൂ. മനസ്സ് എവിടെയാണോ അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ അറിയുള്ളൂ. ദുഷ്യന്തന്റെ ശകുന്തളേന്റെ ഒക്കെ കഥയാതാ പറയുന്നത്. ശകുന്തള ദുഷ്യന്തനെ ആലോചിച്ചുകൊണ്ടിരുന്നു. മുന്നിലൂടെ വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്ര മഹർഷിയാണ് ദുർവാസാവാണ്, എനിക്ക് എപ്പോഴും പേര് മാറിപ്പോ. എന്തായാലും മഹർഷി വന്നു, കണ്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമുണ്ട്. നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുന്നു, ഓപ്പോസിറ്റ് നമുക്ക് പരിചയമുള്ള ഒരാൾ വരും വന്ന്, പക്ഷെ നമ്മൾ അയാളെ കണ്ടു എന്ന് നമ്മൾ മനസ്സറിയുമ്പോഴേ നമ്മൾ അയാളെ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണ് കാണുന്നുണ്ടാവും, ഈ വ്യക്തി മുന്നിലും ഉണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. കാരണം മനസ്സും അതുമായിട്ട് ചേർന്നിട്ടില്ല. അപ്പൊ വിഷയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം, മനസ്സിനേക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ അഹം ചേരണം. മനസ്സിന്റെ അനുഭവത്തിൽ അഹം കൂടി, ഞാൻ കണ്ടു എന്ന ബോധം ഉണ്ടെങ്കിലേ നമ്മളത് അറിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയാണ് കുറച്ചും കൂടി ശ്രേഷ്ഠം, സൂക്ഷ്മമായിരിക്കുന്നത്. ഇതാണെങ്കിലോ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞു. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി ജീവൻ എന്നാ പറയാം. പുരാണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ബ്രഹ്മാവ് എന്നൊക്കെ പറയാം. ഈ സമഷ്ടി മനസ്സുണ്ടെങ്കിലേ ബാക്കി അനുഭവങ്ങളൊക്കെ ഉള്ളൂ. അതിന്റെ ഭാഗമാണ് ഓരോ വ്യക്തിയുടെയും മനസ്സ്. ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ലോകം തീരുമാനിക്കപ്പെടുന്നത്. സമഷ്ടി മനസ്സുണ്ടെങ്കിലേ ലോകമുള്ളൂ. സമഷ്ടി മനസ്സ് എവിടെ നിന്നുണ്ടായി? പ്രകൃതിയിൽ നിന്നുണ്ടായി. പ്രകൃതി എവിടെ നിന്നുണ്ടായി? പ്രകൃതി പരമാത്മാവിൽ നിന്നുണ്ടായി. കാലമാകുന്ന ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മായ രൂപപ്പെട്ടു. മായയിൽ നിന്ന് പിന്നെ മഹത്തുണ്ടായി. ഇങ്ങനെ നമ്മൾ ഭാഗവതത്തിൽ സൃഷ്ടിപ്രക്രിയ പറയുന്നുണ്ട്. ഇതുപോലൊരു സൃഷ്ടിപ്രക്രിയ നമ്മൾ ഭഗവത്ഗീതയിലും പഠിച്ചു. മഹത്തുണ്ടായി, അഹങ്കാരമുണ്ടായി, പിന്നെ അതിൽ നിന്ന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഉണ്ടായി, അതിൽ നിന്ന് ലോകങ്ങളുണ്ടായി, തമസിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു സൃഷ്ടിപ്രക്രിയ നമ്മൾ പഠിച്ചു. അപ്പൊ അതൊക്കെ തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് ഈ ലോകമായിട്ട് കാണപ്പെടുന്ന അനുഭവം കാര്യമാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട്. വിഷയങ്ങളാണ് ലോകമായിട്ട് അനുഭവപ്പെടുന്നത്. വിഷയങ്ങൾ കാര്യമാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? മനസ്സാണ്. മനസ്സ് കാര്യമാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ബുദ്ധിയാണ്. ബുദ്ധി കാര്യമാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? പ്രകൃതിയാണ്. പ്രകൃതി കാരണം, ബുദ്ധിയേക്കാൾ കാരണം എന്താണ്? ജീവൻ. ജീവനാകുന്നു കാരണം. ജീവൻ കാര്യമാണെങ്കിൽ അത് ഇവിടുന്ന് എന്താണ്? അതിന്റെ കാരണം പ്രകൃതിയാണ്. പ്രകൃതി കാര്യമാണെങ്കിൽ അതിന്റെ കാരണം എന്താണ്? പരമാത്മാവ്. ഇങ്ങനെയാണ് നമ്മൾ കാര്യകാരണങ്ങളിലൂടെ ഉള്ളിലേക്ക് പോവുക, തത്വത്തിന്റെ ഉള്ളിലേക്ക് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സകലതിനും പരമകാരണമായിട്ടിരിക്കുന്നത് പരമാത്മാവാണെന്ന് മനസ്സിലാവും. അതിലപ്പുറം ഒന്നുമില്ല. പരമാത്മാവ് സാക്ഷി, ബാക്കിയെല്ലാം ദൃശ്യം ആയിട്ടിരിക്കും, അനുഭവങ്ങളെല്ലാം. ഈ തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ജനി മൃതികളില്ല എന്ന തലത്തിലെത്തി. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇതാണ് നമ്മൾ എത്തിച്ചേരേണ്ട റൂട്ട്. മനനം ചെയ്ത് വിചാരമാർഗത്തിലൂടെ ഈ തലത്തിലേക്കാണ് എത്തേണ്ടത്. കാര്യകാരണങ്ങളിലൂടെ അന്വേഷിക്കുക, ഈശ്വരാന്വേഷണം എന്ന് പറയാം. ഈ പ്രകൃതി, ത്രിഗുണങ്ങൾ, അഹങ്കാരം, വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. ഇതിനൊക്കെ അങ്ങോട്ട് വിടുക. ഇതൊന്നുമല്ല പരമാത്മാവ്. നേതി എന്ന് പറയും. ഇതല്ല. ഇതിന്റെയും അപ്പുറം എന്താണ്? ഇതിന്റെയും അപ്പുറം എന്താണ്? ഇങ്ങനെ അന്വേഷിച്ച് പോകണം. അങ്ങനെ പോയി കഴിയുമ്പോൾ അവസാനം ഇനി പോകാനൊന്നുമില്ല. ഇതാണ് ലാസ്റ്റ് എത്തിച്ചേരേണ്ട പ്രാപ്യസ്ഥാനം, പരമാത്മാവ് എന്ന തലത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവം വരുമ്പോഴും നമ്മൾ നോക്കണ്ട. ഒരു വിഷയാനുഭവം ഉണ്ടായി, അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അത് അനുഭവിച്ചു. വിഷയത്തിന് മനസ്സനുഭവിച്ചു, മനസ്സിലൂടെ ബുദ്ധി അനുഭവിച്ചു, ബുദ്ധിയിലൂടെ ജീവൻ അനുഭവിച്ചു, ജീവനിലൂടെ പ്രകൃതി അനുഭവിച്ചു, പ്രകൃതിയിലൂടെ നമ്മൾ പരമാത്മാവിലേക്ക് എത്തി. ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുള്ളൂ. പക്ഷെ സാധാരണ എന്താ സംഭവിക്കുക? നമ്മളുടെ മനസ്സ് മുഴുവൻ പുറത്തേക്ക് ഒഴുകിക്കൊണ്ട, വിഷയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ട. അതിനുള്ളിലേക്ക് ഒഴുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. റിവേഴ്സിലേക്ക്, ഡയറക്ഷനിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ
വിഷയങ്ങളിൽ തന്നെ ഭ്രമിച്ച് ഭ്രമിച്ച് കഴിഞ്ഞു പോകും. ഇതാണ് ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്നത്. തിരിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് പരമാത്മബോധത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പം മനസ്സിനെ ഏകാഗ്രമാക്കി മുമ്പോട്ട് ശ്രമിക്കുക. കഠിനമായ പ്രയത്നം ഇനി മുമ്പോട്ട് വരാൻ പോകുന്നുണ്ട്. ഈ പ്രയത്നത്തിന് വളരെ ഉദാഹരണത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. സർവജീവജാലങ്ങളിലും മറഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് പ്രകടമായി തീരുന്നില്ല. സൂക്ഷ്മത്തെ കാണാൻ കഴിവുള്ളവരാൽ ഏകാഗ്രവും സൂക്ഷ്മവുമായ ബുദ്ധി കൊണ്ട് കാണപ്പെടുന്നു. അവനവന്റെ ഉള്ളിലെ ആത്മബോധത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മപ്രകാശത്തിനെ സൂക്ഷ്മബോധത്തിൽ ഇരിക്കുന്നവർക്ക്, സൂക്ഷ്മമായത് കാണാൻ കഴിവുള്ളവർക്ക് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലാണ് ആത്മാവെങ്കിലും നമുക്കത് അറിയാൻ സാധിക്കാതിരിക്കാൻ കാരണം നമ്മൾ ആ സൂക്ഷ്മത്തെ കാണാനുള്ള ശക്തി നേടിയിട്ടില്ല. അതുകൊണ്ടാണ്. ആത്മാവ്, ഈശ്വരൻ എപ്പോഴും പ്രകാശിക്കുന്നതാണ്. അനശ്വരമായ പ്രകാശം, ആത്മപ്രകാശം, അമൃതജ്യോതി എന്നൊക്കെ പറയാം. ആത്മപ്രകാശം എപ്പോഴും ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല? നമ്മളുടെ കണ്ണിന് അത് കാണാനുള്ള കഴിവില്ല. കണ്ണെന്ന് പറഞ്ഞാൽ ഈ നഗ്നമായ നേത്രങ്ങളല്ല പറഞ്ഞത്. കണ്ണ് എന്ന അവയവമല്ല. ആത്മദർശനത്തിനുള്ള ശക്തി നേടിയിട്ടില്ല നമ്മൾ. സൂക്ഷ്മദർശനം എന്നിവിടെ പറഞ്ഞതുകൊണ്ടാണ്. യോഗികൾക്ക്, ജ്ഞാനികൾക്ക് ഒക്കെ അത് കാണാനുള്ള കഴിവ് നേടിയവരാണ് അവര്. നമ്മളത് നേടാൻ ശ്രമിക്കുന്നവരാണ്. ആത്മാവിനെ കാണുകയല്ല ചെയ്യുക. ആത്മാവിനെ കാണുമ്പോൾ ആത്മാവ് എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവാണെന്ന് തോന്നും. ഈശ്വരൻ എന്നിൽ നിന്ന് അന്യമായ ഒരു വ്യക്തിയാണെന്ന് തോന്നും. ആ തോന്നൽ തെറ്റാണ്. നമ്മൾ സ്വയം അതാണ് എന്നറിയലാണ് ആത്മപ്രകാശം. അത് അറിവിന്റെ അങ്ങേ തല എത്തിയവർക്കേ പറ്റുള്ളൂ. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ എത്താൻ ശ്രമിക്കണം എന്ന് പറയാം. നമ്മളുടെ ഒക്കെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഈശ്വരനുണ്ടെന്ന് പറയാം. അന്തര്യാമിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേഹ മനോബുദ്ധികളിൽ നടക്കുന്ന സകല വ്യാപാരങ്ങൾക്കും സാക്ഷിയായിട്ട് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് പരമാത്മാവ് ഉള്ളിലിരിക്കുന്നു. അന്തര്യാമി. പക്ഷെ എന്താ, നമ്മളത് പലപ്പോഴും മറന്നു പോകുന്നു. അതിനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എന്നറിയാനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടുണ്ടാവുന്നില്ല? വിഷയങ്ങളിലേക്ക് മനസ്സ് ഓടിപ്പോകുന്നു. കുതിരകൾ, ഈ പറഞ്ഞ കുതിരകൾ പല വഴിക്കായിട്ട് ഓടിപ്പോകുന്നു. അപ്പൊ ഈ കുതിരയെ നിയന്ത്രിച്ച് ഈ വഴിക്ക് അവനവന്റെ ഉള്ളിൽ അന്തര്യാമിയെ അറിയാനുള്ള വഴിക്ക് നീക്കണം. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് സ്റ്റേറ്റ്മെന്റാണ്, വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഇത് ആ തലത്തിൽ എത്തിച്ചേർന്നവർ, അങ്ങനെ ജീവിച്ച് കാണിച്ചവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതൊരു വെറും തിയറി മാത്രമല്ല, ഇത് വളരെ സാധ്യമായിട്ട് പ്രാവർത്തികമായിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഹൈന്ദവ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. ഇതിവിടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർഗം കിട്ടുന്നോ നരകം കിട്ടും എന്നൊന്നുമല്ല പറയുന്നത്. അതൊക്കെ മതവിശ്വാസമാണ്. ഇത് ശാസ്ത്രമാണ്. ഇതാണ് വ്യത്യാസം. മതവിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ വിശ്വാസങ്ങളും ആരാധനകളും മാത്രം ഉൾക്കൊണ്ടാണ്. ശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ അത് സത്യമാണ്, അനുഭവത്തിൽ കൊണ്ടുവരാനുള്ള. അത് ആര് ചെയ്യുന്നുവോ അയാൾക്കെല്ലാം അനുഭവം കിട്ടും. മതങ്ങൾ എന്താണ്? എൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവരെ തട്ടിക്കളയും. ഇപ്പൊ ബംഗ്ലാദേശിൽ സംഭവിക്കണോ കണ്ടില്ലേ? മതഭ്രാന്ത്. അതെന്താ? അറിവില്ലായ്മയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആരിങ്ങനെ ജീവിക്കുന്നുവോ അവർക്കൊക്കെ ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേരാം. ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരാം. അത് ഏത് നാട്ടുകാരനോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനോ നിരീശ്വരവാദിയൊക്കെ ആയിക്കോട്ടെ. ഇപ്പൊ വെള്ളം തിളപ്പിക്കുന്ന പോലെ, വെള്ളം ആര് തിളപ്പിച്ചാലും 100 ഡിഗ്രി തിളയ്ക്കും. വെള്ളത്തിന് മതമൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശാസ്ത്രങ്ങൾ. ഇതാര് ചെയ്യുന്നുവോ, അതിൻ്റെ വിധി പ്രകാരം ചെയ്യുന്നുവോ ആ വ്യക്തിയെല്ലാം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കുള്ളതോ പ്രത്യേക മതത്തിനുള്ളതോ അല്ല, എല്ലാ മനുഷ്യർക്കുമായിട്ടുള്ളതാണ്. അത് എങ്ങനെ അനുഭവപ്പെടും? അത് അവനവൻ്റെ ഉള്ളിലാണ്. അത് കാരണം എല്ലാവർക്കും ഞാൻ ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ആ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കലാണ്
ശാസ്ത്രാന്വേഷണം, ശരിയായ ആത്മാന്വേഷണം. ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു. ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. ഈ ജീവൻ തൻ്റെ ജീവൻ എന്ന വ്യക്തിത്വം വെടിഞ്ഞ് പരമാത്മാവായി തീരാൻ എന്തു വേണം? അപ്പോൾ കാര്യങ്ങളെ കാരണത്തിൽ അടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അങ്ങനെയാണെങ്കിൽ സാധനകൾ തുടങ്ങണം. വിവേകാനന്ദ സ്വാമിയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത മന്ത്രങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. 14ാമത്തെ മന്ത്രം മുതൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ